ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നാലാമത്തെ ദിവസത്തെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇപ്പൊ സമയം 1 മണിയായി. നമുക്ക് ഇനിയും 2 മണിക്കൂറും കൂടി ഉണ്ട് ജർമുക്കിലേക്ക് എത്താൻ. അതിനിടയ്ക്ക് നമുക്ക് ഒരു സ്റ്റോപ്പും കൂടി നിർത്താനുണ്ട്, ഏകദേശം 1 അവർ കഴിഞ്ഞിട്ട്. അതൊരു ചെറിയൊരു സ്ഥലമാണ്, ചെറിയൊരു സ്റ്റോപ്പാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ചെന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഒബ്രേലിയൻസ് കാരവരാൻസ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കരവാൻ സെറായ്. ഇത് എന്ന് പറഞ്ഞാൽ ഈ സാധനം ബിൽഡ് ചെയ്തിരിക്കുന്നത് 1332 1332 ആണ്ടിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ പ്രിൻസ് ചെസാർ ഒർബേലിയൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒർബേലിയൻസ് കാരവൻസെറായ് എന്ന് പറയുന്നത്. ആ പ്രിൻസ് ആണ് ഇത് ഉണ്ടാക്കിയത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഒരുപാട് ആൾക്കാർ ട്രാവൽ അനിമൽസിനൊക്കെ കൊണ്ടിട്ട് ട്രാവൽ ചെയ്യും. അപ്പൊ അവര് ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നൈറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് 1332 ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണത്. ഓക്കെ, താങ്ക് യു രാഹുൽ ജി. 1332 അപ്പൂപ്പന്മാരെ അതിന് എത്തില്ല. അവരുടെ അപ്പൂപ്പന്റെ 7 ജനറേഷൻ 8 ജനറേഷൻ എന്റെ മോനെ അത് പോകാൻ പറ്റും. എന്റെ അനിമൽസിന് റെസ്റ്റ് ചെയ്യാനാ. വയർത്താളാവും. ആത്മാക്കള് ഇത് അല്ല, ഇത് മനുഷ്യന്മാരിൽ നിന്നിരുന്നോ? റെസ്റ്റ് ചെയ്യാൻ. You need to be careful, okay? That's it. ഇറാനിന്നുള്ള ഷോട്ട്. ഒമ്പൻ സംഭവം തന്നെ അല്ലേ? എന്താണ് എന്താ പറയണ കുഞ്ഞുണ്ടൻ? എത്ര കണ്ണട മേടിച്ചിട്ടുള്ളത്? എത്ര കണ്ണട മേടിച്ചത്? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്കൂട്ടായിട്ട് അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. കാരണം കാണാൻ അത്ര വലിയ മീൻസ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, വലിയ ഇതൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും അവിടുത്തെ ഹിസ്റ്ററി 1332 എന്നൊക്കെ കേട്ടപ്പോ ഭഗവാനെ, അതൊരു വലിയൊരു സംഭവം തന്നെ കേട്ടോ. പിന്നെ അത് മാത്രല്ല, അതിന്റെ ഉള്ളിൽ കയറിയപ്പോ ഭയങ്കര തണവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം തണവ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ നേരെ ജർമുക്കിലേക്കാണ് കേട്ടോ. അതിന് വേറെ സ്റ്റോപ്പ് ഒന്നും ഇല്ല. ഒരു 3-3:30 ആകുമ്പോഴേക്കും നമ്മൾ ഹോട്ടലിൽ എത്തുന്നുണ്ട്. അവിടെ എത്തുക, വേഗം ചെക്ക് ഇൻ ചെയ്യുക. പിന്നെ ഫുഡ് അടിച്ചിട്ടില്ല, ഉച്ചയ്ക്കുള്ള ഫുഡ് അടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ, സർപ്രൈസ് ആണ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.